ഓൺലൈനായി എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ voters.eci.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൾറെഡി ഈ സൈറ്റ് ഉപയോഗിക്കുന്നവർക്ക് ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം മൊബൈൽ നമ്പർ, ക്യാച്ച് OTP എന്നിവ നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. ആദ്യമായി ഉപയോഗിക്കുന്ന യൂസർ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആവശ്യമായ മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം, ക്യാപ്ച എന്നിവ നൽകി രജിസ്റ്റർ ചെയ്ത ശേഷം ആ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ഓപ്ഷൻ വഴി ലോഗിൻ ചെയ്യാവുന്നതാണ്. ശേഷം തുറന്നു വരുന്ന പേജിലെ എന്യൂമറേഷൻ ഫോം എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ SIR 2026ന്റെ ഭാഗമായി ഓൺലൈനായി എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുന്നതിനുള്ള വെബ് പേജിലേക്ക് എത്തും. ശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. വോട്ടറുടെ എപ്പിക് കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് നേരത്തെ ഫിൽ ചെയ്തു വച്ചിരിക്കുന്ന ഇൻഫർമേഷൻ കാണാൻ സാധിക്കും. ഈ ഫോം ഫിൽ ചെയ്യുന്നതിനായി വോട്ടറുടെ എപ്പിക് കാർഡിലെ പേരും ആധാർ കാർഡിലെ പേരും മാച്ചിങ് ആയിരിക്കണം. കൂടാതെ വോട്ടറുടെ വോട്ടർ ID കാർഡിനൊപ്പം നൽകിയ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യാൻ സാധിക്കൂ. ഇങ്ങനെയല്ല എങ്കിൽ അതത് BLOമാരെ കോൺടാക്ട് ചെയ്തതിനു ശേഷം ഓഫ്ലൈനായി മാത്രമേ എന്യൂമറേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കൂ. നേരത്തെ ഫിൽ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ പരിശോധിച്ച ശേഷം മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് മൊബൈൽ നമ്പർ നൽകുക. ശേഷം സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. OTP എൻ്റർ ചെയ്തതിനു ശേഷം വെരിഫൈ OTP എന്നത് ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന വിൻഡോയിൽ നമ്മളോട് ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. 2002ലെ SIR വോട്ടർ പട്ടികയിൽ 18 വയസ്സ് തികയാത്തതുകൊണ്ട് മൈ നെയിം എക്സിസ്റ്റ് ഇൻ ഇലക്ടറൽ റോൾ ഓഫ് ലാസ്റ്റ് SIR എന്നുള്ള ഓപ്ഷൻ ഡിസേബിൾഡ് ആണ്. 2002ലെ SIR വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടർമാരുടെ കേസിൽ അതിലെ ആദ്യത്തെ കാറ്റഗറി സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. 2002ലെ SIR വോട്ടർ പട്ടികയിൽ വോട്ടർ ഉൾപ്പെട്ടിട്ടില്ല, പകരം മാതാപിതാക്കളോ അപ്പൂപ്പനോ അമ്മൂമ്മയോ ആണ് ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ബന്ധുക്കൾ ആരും തന്നെ 2002ലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നെയ്തർ മൈ നെയിം നോർ മൈ പാരൻസ് നെയിം എക്സിസ്റ്റ് ഇൻ ഇലക്ടറൽ റോൾ ഓഫ് ലാസ്റ്റ് SIR എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഞാൻ ഇതിലെ മൈ പാരൻസ് നെയിം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ശേഷം വരുന്ന സ്ക്രീനിൽ പേരൻസിന്റെ 2012 വോട്ടർ പട്ടിക വരുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി പോളിംഗ് സ്റ്റേഷൻ സീരിയൽ നമ്പർ, ആ റിലേറ്റീവുമായുള്ള ബന്ധം എന്നിവ നൽകുക. 2002 SIR വിവരങ്ങൾ എൻ്റർ ചെയ്ത ശേഷം സെർച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം വരുന്ന ബന്ധുവിന്റെ വിവരങ്ങൾ പരിശോധിച്ച ശേഷം ഡിക്ലറേഷൻ ഭാഗത്ത് ടിക്ക് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ശേഷം വരുന്ന സ്ക്രീനിൽ ആവശ്യമായ വിവരങ്ങൾ നൽകുക. ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ എന്നിവ ഓപ്ഷനാണ്. അവ നൽകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് എന്നിവ മാൻഡേറ്ററി സിംബലായി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവ നിർബന്ധമായും നൽകേണ്ടതാണ്. ബാക്കി എല്ലാ വിവരങ്ങളും ഓപ്ഷണലാണ്. എപ്പിക് കാർഡ് നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ എപ്പിക് കാർഡ് നമ്പറിന് ശേഷം സ്പേസ് വരാതെ ശ്രദ്ധിക്കുക. ഫോട്ടോയും ഓപ്ഷണലാണ്. ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ആവശ്യമായ വിവരങ്ങൾ എൻ്റർ ചെയ്ത ശേഷം വിവരങ്ങൾ പരിശോധിക്കുക. പരിശോധിച്ച വിവരങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അത് തിരുത്താവുന്നതാണ്. തിരുത്തുന്നതിൽ സീരിയൽ നമ്പർ, പാർട്ട് നമ്പർ സെലക്ട് ചെയ്ത വ്യത്യാസങ്ങൾ മാത്രമേ നമുക്ക് തിരുത്താൻ സാധിക്കൂ. 2020ലെ പേരോ അവരുടെ റിലേഷനോ നമുക്ക് തിരുത്താൻ സാധിക്കില്ല. പരിശോധിച്ച ശേഷം പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പ്രിവ്യൂ പരിശോധിച്ച ശേഷം വിവരങ്ങൾ ശരിയാണോ എന്നുള്ള ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ സിഗ്നേച്ചർ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വെബ് പേജിലേക്കാണ് പോകുന്നത്. അവിടെ ആധാർ നമ്പർ നൽകി നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ വരുന്ന OTP നൽകി ഈ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഈ സൈൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിലവിൽ നമ്മുടെ ഈ സിഗ്നേച്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്യൂമറേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നതിനായുള്ള അക്നോളജ്മെന്റ് കാണുവാനായി സാധിക്കും. ഇത്തരത്തിൽ ഓൺലൈനായി എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുന്നതിന് വോട്ടറുടെ പേര് ആധാർ കാർഡിലേതുപോലെ ആകേണ്ടതുണ്ട്. കൂടാതെ
വോട്ടർ ഐ ഡിയിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശേഷം എന്യൂമറേഷൻ ഫോമിൽ സൈൻ ചെയ്യുന്നതിനായി ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP നൽകി മാത്രമേ നമുക്ക് ഈ സിഗ്നേച്ചർ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.